സരസ്വതീ ദേവിയെ നമസ്കരിച്ചു. ജഗൽഗുരുവായ വേദവ്യാസ മഹർഷിയെയും നമസ്കരിച്ചു. എന്നിട്ടാണ് സൂതൻ സംസാരിക്കാൻ തുടങ്ങിയത്. ഹേ മഹർഷിമാരെ, നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം വളരെ നന്നായി. ഫലത്തിൽ നിങ്ങൾ ഭഗവാനെക്കുറിച്ചാണ് ചോദിച്ചത്. ഭഗവാനെക്കുറിച്ച് ചോദിക്കുക, പറയുക, കേൾക്കുക, ഇതൊക്കെ ഒരുപോലെ മനസ്സിന് ശാന്തിയും സമാധാനവും അരുളുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ആദ്യം ചോദിച്ചത് എന്താണ്? മനുഷ്യനായി ജനിച്ചാൽ ആത്യന്തികമായ ശ്രേയസ് എങ്ങനെ സമ്പാദിക്കാം, അല്ലേ? സർവേശ്വരപാദ ഭക്തി കൊണ്ട് മാത്രമാണ് ഒരാൾക്ക് ആത്യന്തികമായ ശ്രേയസ് സമ്പാദിക്കാൻ സാധിക്കുക. ആ ഭക്തി ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ധർമ്മം അനുഷ്ഠിക്കണം എന്ന് ഓരോരോ ശാസ്ത്രങ്ങളിൽ നിർദ്ദേശിച്ചു വച്ചിട്ടുള്ളത്. ധർമ്മം അനുഷ്ഠിച്ചാൽ നേരിട്ട് മുക്തി ഉണ്ടാവുമോ? അതുണ്ടാവില്ല. ധർമ്മം അനുഷ്ഠിച്ചാൽ എന്താണ് ഫലം? അതോ സ്വധർമ്മം വേണ്ട പോലെ അനുഷ്ഠിച്ചാൽ മനസ്സിലുള്ള രാഗദ്വേഷാദികൾ നീങ്ങും, ചിത്തം ശുദ്ധമായി തീരും. അപ്പോൾ ധർമാനുഷ്ഠാനത്തിൻ്റെ ആദ്യത്തെ ഫലം എന്താണ്? ചിത്തശുദ്ധി എന്നത്. തെളിഞ്ഞ മനസ്സിൽ വേണം തെളിഞ്ഞ ഈശ്വരഭക്തി ഉണ്ടാവാൻ. ആ ഭക്തി വഴിയായിട്ടാണ് ഒരാൾക്ക് ആത്യന്തികമായ ശ്രേയസ് ഉണ്ടാവാൻ പോണത്. അപ്പോൾ ആത്യന്തിക ശ്രേയസ് എന്ന മുക്തി ധർമാനുഷ്ഠാനം കൊണ്ട് നേരിട്ടല്ല ഉണ്ടാവുക. പിന്നെയോ മുക്തിക്ക് അപവർഗത്തിന് പരമ്പരിത കാരണം ആണ് ഈ ധർമാനുഷ്ഠാനം എന്ന് പറയാം. ധർമാനുഷ്ഠാനത്തിൻ്റെ ഫലമായിട്ട് ചിത്തശുദ്ധി, തെളിഞ്ഞ മനസ്സിൽ തെളിഞ്ഞ ഈശ്വരഭക്തി, ആ ഈശ്വരഭക്തി വഴിയായിട്ട് മുക്തിയും. അപ്പോൾ കാമം മുതലായതൊക്കെയോ? കാമം അതൊക്കെ ജീവിക്കാൻ എത്രത്തോളം വേണം അത്രത്തോളമൊക്കെ ഈ കാമം ആവാം. അല്ലാതെ ജീവിതം തന്നെ ഓരോരോ കാമസുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി എന്നതാവരുത്. അതൊക്കെ ജീവിക്കാൻ വേണ്ടുവോളം മാത്രം ഉപയോഗപ്പെടുത്തുക. മുക്തി എന്നൊക്കെ പറഞ്ഞല്ലോ. എന്താണ് ഈ മുക്തി എന്ന് പറഞ്ഞാൽ? തന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല എന്നറിയലാണ്. അദ്വയമായ രണ്ടില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുക. ഇതാണ് മുക്തി എന്ന് പറഞ്ഞാൽ. ആ രണ്ടില്ലാത്ത പരമമായ സത്യത്തിനെ ബ്രഹ്മം എന്നും പരമാത്മാവ് എന്നും ഭഗവാൻ എന്നുമൊക്കെ പറയുന്നു. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദയതേ. ഭാഗവതത്തിലെ ഒരു മഹാവാക്യമാണിത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അർത്ഥം ഒന്ന്, 3 പദങ്ങൾ: ബ്രഹ്മം, ഭഗവാൻ, പരമാത്മാ. ഒരേ പൊരുളിനെയാണ് ഈ 3 പദം കൊണ്ടും ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തിനാണ് ഒരേ പൊരുളിനെ 3 പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നാണെങ്കിൽ ആവശ്യമുണ്ട്. ഇവിടെ 3 കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൃഷ്ടി, അതായത് ഉണ്ടാവുക, നിലനിൽക്കുക, നശിക്കുക. എല്ലാ സമയത്തും ഈ 3ഉം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഉണ്ടാവുക, നിലനിൽക്കുക, നശിക്കുക. ഈ 3നെയും സൂചിപ്പിക്കാനാണ് ബ്രഹ്മം, ഭഗവാൻ, പരമാത്മാ. ബ്രഹ്മം എന്നതിൻ്റെ അർത്ഥം എന്താ? ആ ശബ്ദത്തിൻ്റെ അർത്ഥം എന്താ? ഏതിൽ നിന്നാണോ ഈ ലോകം ബൃഹത്തായി പെരുകി 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 വരുന്നത്, അത് ബ്രഹ്മം. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എല്ലാത്തിനെയും നിലനിർത്തുന്നത്. ആത്മാ, പരമാത്മാ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അവസാനം ഏതിലാണോ ചെന്നെത്തുന്നത് അത് ആത്മാ. ആപ്നോതി ഇതി ആത്മാ. അപ്പോൾ ബ്രഹ്മം എന്നുള്ളത് സൃഷ്ടിയെ സൂചിപ്പിക്കുന്നത്, ഭഗവാൻ എന്നത് രക്ഷയെ സൂചിപ്പിക്കുന്നത്, ആത്മാ എന്നത് സംഹാരത്തിനെ സൂചിപ്പിക്കുന്നത്. 3 കാര്യങ്ങളാണ് എല്ലാ സമയത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ടാവുക, നിലനിൽക്കുക, നശിക്കുക. ഈ 3നെയും സൂചിപ്പിക്കുന്നതാണ് ബ്രഹ്മം, ഭഗവാൻ, പരമാത്മാ എന്നീ 3 പദങ്ങൾ. ഒരേ ഒരു പൊരുളിനെ തന്നെയാണ് ഈ 3 പദങ്ങളും വിവക്ഷിക്കുന്നത്. ആ ഭഗവാനെ സാക്ഷാത്കരിക്കുക. തസ്മാൽ ഏകേന ഭഗവാൻ. ഒരേ ഒരു മനസ്സുകൊണ്ട് ആ ഭഗവാനെ നിരന്തരം ഭജിക്കണം. ആ ഭഗവാനിൽ ചെന്ന് എത്തണം. അതിന് വേണ്ടി എന്തു ചെയ്യണം? ശ്രോതവ്യ. ഭഗവാന്റെ മഹിമ കേട്ടുകൊണ്ടിരിക്കണം. ഭഗവാന്റെ മഹിമ വർണ്ണിച്ചുകൊണ്ടിരിക്കണം. ആ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. സദാ ഭഗവാനെ പൂജിക്കുകയും ചെയ്യണം. സ്വതേ ആ ഭഗവാന് രൂപമേ ഇല്ല. ഭഗവാൻ എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. എങ്ങനെയാണ് എന്ന് ചോദിച്ചാലും പറയാൻ പറ്റില്ല. പക്ഷേ എന്തല്ല എന്ന് പറയാൻ പറ്റും, എങ്ങനെയല്ല എന്നും പറയാൻ പറ്റും. കറുത്തതല്ല, വെളുത്തതല്ല, ചുമന്നതല്ല, നീണ്ടതല്ല, അങ്ങനെ അല്ല എന്നേ പറയാൻ സാധിക്കൂ. രൂപമേ ഇല്ല ഭഗവാന്. എന്നാലും രൂപമില്ലാത്ത ഭഗവാൻ ഇടയ്ക്കൊക്കെ രൂപങ്ങളെ കൈക്കൊള്ളാറുണ്ട്. ഗുണാതീതനായ ഭഗവാൻ പ്രകൃതിയുടെ ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് 3 അവതാരങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്.
സത്വം, രജസ്, തമസ് ഇവയാണ് പ്രകൃതിയുടെ 3 ഗുണങ്ങൾ. ഈ 3 ഗുണങ്ങളെ കൈക്കൊണ്ട് ഭഗവാൻ 3 അവതാരങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. രജോ ഗുണം സ്വീകരിച്ച് തൻ്റെ ചൈതന്യം അതിൽ പ്രതിഫലിപ്പിക്കുക, അപ്പോഴാണ് ഭഗവാൻ ബ്രഹ്മാവായി തീരുന്നത്. സത്വഗുണം സ്വീകരിച്ച് തൻ്റെ ചൈതന്യം അതിൽ പ്രതിഫലിപ്പിക്കുക, അപ്പോൾ ഭഗവാൻ വിഷ്ണു. തമോ ഗുണം സ്വീകരിച്ച് തൻ്റെ ചൈതന്യം അതിൽ പ്രതിഫലിപ്പിക്കുക, അപ്പോൾ ഭഗവാൻ രുദ്രൻ. ബ്രഹ്മാവായിട്ടിരുന്ന് സൃഷ്ടി നടത്തുന്നു, വിഷ്ണുവായിട്ടിരുന്ന് സംരക്ഷിക്കുന്നു, രുദ്രനായിട്ടിരുന്ന് സംഹരിക്കുകയും ചെയ്യുന്നു. സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും സംഹരിക്കുന്നതും ഒരേ ഒരു ഭഗവാൻ തന്നെ. 3 പ്രവൃത്തികൾ നടത്താൻ വേണ്ടിയിട്ട് 3 ഗുണങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഇതൊക്കെ സാധാരണ നമ്മളെപ്പോലുള്ള മനുഷ്യരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യണത്. എല്ലാ സമയത്തും ഒരേ വേഷമാണോ? കുടുംബത്തിലിരിക്കുമ്പോൾ ഒരു വേഷം, യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വേഷം, രാത്രി കിടന്നുറങ്ങുമ്പോൾ മറ്റൊരു വേഷം, ഉദ്യോഗത്തിന് പോകുമ്പോൾ വേറൊരു വേഷം. ആൾക്ക് യാതൊരു മാറ്റവും ഇല്ല. ഇതുപോലെ ഭഗവാന് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. ഭഗവാന്റെ സൃഷ്ടി നടത്തുന്ന വേഷത്തിനാണ് ബ്രഹ്മാവ് എന്ന് പേര്, രക്ഷ നടത്തുന്ന വേഷത്തിന് വിഷ്ണു എന്ന് പേര്, സംഹാരം നടത്തുന്ന ആ വേഷത്തിന് രുദ്രൻ എന്ന് പേര്. ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ടുള്ള ഈ അവതാരങ്ങൾക്ക് ഗുണാവതാരം എന്ന് പേര് കൽപ്പിക്കാവുന്നതാണ്. പിന്നെ അംശാവതാരങ്ങളുണ്ട്. ലോകത്തിലെ മഹാത്മാക്കളെല്ലാം ഭഗവാന്റെ അംശാവതാരങ്ങളാണ്. സനകാദി മഹർഷിമാർ, ശ്രീനാരദ മഹർഷി, വേദവ്യാസ മഹർഷി, ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ അംശാവതാരങ്ങൾ. പണ്ട് മാത്രമേ അംശാവതാരങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഇപ്പോഴുമുണ്ട് അംശാവതാരങ്ങൾ. അസാധാരണമായ മാഹാത്മ്യം കാണിക്കുന്നവരെല്ലാം ഭഗവാന്റെ അംശാവതാരങ്ങളാണ് എന്ന് പറയാം. മഹാത്മാഗാന്ധി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ ആളുകൾ ഭഗവാന്റെ അംശാവതാരങ്ങളാണ് എന്ന് ഉറപ്പിച്ച് പറയാം. ഇന്നുമുണ്ട് പുട്ടവർത്തിയിൽ താമസിക്കുന്ന ഭഗവാൻ സത്യസായി ബാബ, വള്ളിക്കാവിലമ്മ, ഇവരൊക്കെ ഭഗവാന്റെ അംശാവതാരങ്ങളല്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. അംശാവതാരങ്ങളാണ് എന്ന് ഉറപ്പിച്ച് പറയാം. ഇപ്പോഴുമുണ്ട്, ഭാവിയിലും ഈ അംശാവതാരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ കലാവതാരങ്ങളാണ് എന്നും പറയാം. നമ്മളെല്ലാം ഭഗവാന്റെ കലാവതാരങ്ങളാണ്. എന്തുകൊണ്ട്? അത് നമ്മളിലൊക്കെ ഒരു ജീവകല ഉണ്ട്. അത് ആ പരമാത്മാവിൻ്റെ ഒരംശമാണ്. അപ്പോൾ നമ്മളിലൊക്കെയും പരമാത്മാവിൻ്റേതായ ഒരു അംശമുണ്ട്. നമ്മളിലൊക്കെയും ആ അംശമുണ്ട് എന്ന് വെച്ചാൽ തീർച്ച ആരും ആരേക്കാൾ താഴെയും ആരും ആരേക്കാൾ മീതയും അല്ല. എല്ലാവരും സമന്മാരാണ്. അപ്പോൾ പിന്നെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം? ആരെ കണ്ടാലും വന്ദിക്കണം. നമസ്തേ എന്ന് പറഞ്ഞ് വന്ദിക്കുക, കൈകൂപ്പുക. നമസ്തേ എന്ന് പറഞ്ഞാൽ അക്ഷരം 3 ഉള്ളൂ, പക്ഷേ അതിൻ്റെ അർത്ഥം വളരെ വലുതാണ് കേട്ടോ. നമ തേ, അതാണ് നമസ്തേ എന്ന് പറഞ്ഞ അർത്ഥം. നമ എന്ന് പറഞ്ഞാൽ നമസ്കാരം, തേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങയ്ക്ക് നമസ്കാരം. എന്നൊരാൾ കൈകൂപ്പുമ്പോൾ ആരെയാണ് നമസ്കരിക്കുന്നത്? ഈ 50 കിലോ തൂക്കമുള്ള അസ്ഥിയും മജ്ജയും രക്തവും കൂടി ചേർന്ന ഈ ശരീരത്തിനെ അല്ല. പിന്നെയോ ഈ ശരീരം ഏതൊന്നിനെ ആശ്രയിച്ചാണോ പ്രവർത്തിക്കുന്നത് ആ ആത്മചൈതന്യത്തിനെയാണ്, ആ ഈശ്വരാംശത്തിനെയാണ് തേ നമ എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്നത് എന്നർത്ഥം. ഇങ്ങനെയാണ് വേണ്ടത്. ആരും ആരെയും കാണുമ്പോൾ നമസ്തേ എന്ന് പറഞ്ഞ് കൈകൂപ്പുക, വന്ദിക്കുക. അപ്പോൾ ആരും ആരെയും വന്ദിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരോടും ആദരവ് കാണിക്കണം. അതേസമയം മറ്റൊന്നുകൂടി നമ്മൾ ഓർക്കണം, ഒരാളൊരാളെ നിന്ദിക്കരുത്, ശകാരിക്കരുത്, ആക്ഷേപിക്കരുത്. ഒരാളെ നിന്ദിച്ചാൽ ആ ഈശ്വരാംശത്തിനെ നിന്ദിച്ചതിൻ്റെ ഫലമാണ്. ഒരാളെ ആക്ഷേപിച്ചാൽ ആ ഈശ്വരാംശത്തിനെ ആക്ഷേപിച്ചതിൻ്റെ ഫലമാണ്. ഒരാളെ ദ്രോഹിച്ചാൽ ആ ഈശ്വരാംശത്തിനെ ദ്രോഹിച്ചതിൻ്റെ ഫലമാണ് ഉണ്ടാവുക. വേദവ്യാസ മഹർഷി ഈ ആശയത്തിൽ കൂടി നമ്മെ ആഹ്വാനം ചെയ്യാണ്. എന്തിനാഹ്വാനം ചെയ്യണു? എല്ലാവരും പരസ്പരം സ്നേഹിച്ചും പരസ്പരം ആദരിച്ചും പരസ്പരം മാനിച്ചും ജീവിക്കണം എന്ന്. അപ്പം എന്താ പറഞ്ഞു എന്ന് വെച്ചാൽ എല്ലാവരും ഭഗവാന്റെ കലാവതാരങ്ങളാണ് എന്ന് ചുരുക്കം. ഇങ്ങനെ എത്ര തരം അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു? ഗുണാവതാരങ്ങൾ, അംശാവതാരങ്ങൾ, കലാവതാരങ്ങൾ, ഇനി കൂടാതെ മന്വന്തരാവതാരങ്ങൾ, അങ്ങനെയുണ്ട് ഒരു വക. ഭഗവാന്റെ ലീലാവതാരങ്ങൾ, അങ്ങനെ വേറൊരു വക. അവതാരങ്ങൾ പലതരത്തിലാണ്. എന്താണ് ലീലാവതാരം എന്ന് പറഞ്ഞാൽ? ഓരോരോ ആവൽഘട്ടം വരുമ്പോഴേ ഭക്തന്മാർ ഭഗവാനെ വിളിക്കും. ഓരോ രൂപത്തിൽ ചെന്നിട്ടാണ് ഭക്തനെ ഭഗവാൻ രക്ഷിക്കുക.
ഏത് രൂപത്തിൽ ചെന്നാലാണോ ഭക്തനെ രക്ഷിക്കാൻ എളുപ്പം ആ രൂപത്തിലാണ് ഭഗവാൻ ചെല്ലുക. അങ്ങനെ ഭഗവാൻ മത്സ്യമായിട്ടുണ്ട്, ആമയായിട്ടുണ്ട്, പന്നിയായിട്ടുണ്ട്. ഒരു തവണ മത്സ്യമായി എന്നല്ല, ആവശ്യം വരുമ്പോഴൊക്കെ മത്സ്യത്തിൻ്റെ വേഷം കെട്ടും, വേണ്ടി വരുമ്പോഴൊക്കെ ആമയാവും, സന്ദർഭം വരുമ്പോഴൊക്കെ പന്നിയായി തീരും ഭഗവാൻ, ആവശ്യം വരുമ്പോൾ നരസിംഹത്തിൻ്റെ വേഷവും കിട്ടും. അങ്ങനെ ഓരോ സന്ദർഭത്തിൽ ഓരോരോ വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട് ഭഗവാൻ. ഇതൊക്കെയും ഭഗവാന്റെ ലീലാവതാരങ്ങളാണ്. അത് ഇത്ര എന്ന് ആരെക്കൊണ്ടും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും. അങ്ങനെയുള്ള ഭഗവാന്റെ ലീലാവതാരങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഈയിടെ വേദവ്യാസ മഹർഷി ഒരു ഗ്രന്ഥം എഴുതി. അതിൻ്റെ പേരാണ് ഭാഗവതം എന്ന്. വേദവ്യാസ മഹർഷി ഗ്രന്ഥം എഴുതിയിട്ട് അത് തൻ്റെ പുത്രനായ ശ്രീശുകനെ ഭംഗിയായിട്ട് പഠിപ്പിച്ചു. ശ്രീശുകൻ പരീക്ഷിത് മഹാരാജാവിന് ഇത് ഉപദേശിച്ചു കൊടുക്കേണ്ടായി. എപ്പോൾ അദ്ദേഹം ഗംഗാനദീ തീരത്ത് പ്രായോപവേശം തുടങ്ങിയ ആ വേളയിൽ, അന്ന് എത്രയോ ശ്രോതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഹേ മഹർഷിമാരെ, ഞാനും അവിടെ ഉണ്ടായിരുന്നു. ശ്രീശുകൻ പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു. പക്ഷേ മുഴുവനും മനസ്സിലായി എന്ന അഭിമാനം എനിക്കില്ല. എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടത്ര കഴിവ് എനിക്കുണ്ടോ അതും സംശയമാണ്. എന്നാലും യഥാധീതം യഥാമതി, എനിക്ക് മനസ്സിലായത് എൻ്റെ കഴിവനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കാം. നിങ്ങൾ അവസാനം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യനാട്യം ഉപേക്ഷിച്ചു പോയതിനു ശേഷം ആരെ ആശ്രയിച്ച് ലോകത്തിൽ ധർമ്മം നിലനിൽക്കുന്നു എന്ന്. ഈ പുരാണത്തിനെ ആശ്രയിച്ചാണ് ധർമ്മം ലോകത്തിൽ നിലനിൽക്കുന്നത്. കലിയുഗത്തിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ദുഃഖം വരും. ദുഃഖമെന്ന ഇരുട്ട് മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കും. ആ സമയത്ത് ഈ ശ്രീമദ് ഭാഗവതം എന്ന പുരാണമാകുന്ന സൂര്യൻ ഒന്നങ്ങോട്ട് ഉദിച്ചാൽ പിന്നെ അവിടെ ദുഃഖമാകുന്ന ഇരുട്ടിന് പ്രസക്തി ഇല്ലാതെ കണ്ടാവും. ശൗനകാദി മഹർഷിമാർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും സൂതൻ ഇപ്പോൾ ഉത്തരം കൊടുക്കുക കഴിഞ്ഞു. ഇതോടുകൂടി ശൗനകാദികളുടെ ശ്രവണം അവസാനിച്ചു എന്ന് പറയാം. സ്വതേ ഈ ജ്ഞാനസാധനകൾ 3 എന്നാണ് പറയാറ്. ആദ്യം ശ്രവണം, അത് കഴിഞ്ഞാൽ പിന്നെ മനനം, പിന്നെ നിധിധ്യാസനം. ഇങ്ങനെയാണ് ജ്ഞാനസാധനകൾ. ആദ്യം കേൾക്കുക, കേട്ടതിനെക്കുറിച്ച് പിന്നീട് വിചാരം ചെയ്യുക, യുക്തി വിചാരം ചെയ്യുക. ഇതാണ് മനനം എന്ന് പറഞ്ഞാൽ. ശൗനകാദികൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ ഉത്തരം കൊടുത്തു. ഇനി മനനമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേദവ്യാസ മഹർഷി ഭാഗവതം എന്ന ഗ്രന്ഥം എഴുതി എന്ന് പറഞ്ഞു. എപ്പോഴാണ് എഴുതിയത്, എന്തിനാണ് എഴുതിയത്, ആരുടെ പ്രേരണയാലാണ് എഴുതിയത്, പരീക്ഷിത് മഹാരാജാവ് എന്തിനാണ് ഗംഗാതീരത്ത് വന്നിരുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് മഹർഷിമാർ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ മുതൽക്കാണ് ശൗനകാദികളുടെ മനനം ആരംഭിക്കുക. ഈ മനനം ഏതുവരെ ഉണ്ടെന്നോ 12ാമത്തെ സ്കന്ധത്തിൽ 11ാമത്തെ അധ്യായം അവസാനിക്കുന്നത് വരെയും ശൗനകാദികളുടെ മനനം തന്നെയാണ്. പിന്നെ 12ാമത്തെ സ്കന്ധത്തിൽ 12ാമത്തെ അധ്യായം അതുകൊണ്ട് ചെയ്തത് എന്താ, നിധിധ്യാസനം എന്നുള്ളതും. അപ്പോൾ ശ്രവണവും മനനവും നിധിധ്യാസനവും ഈ ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. ശൗനകാദികൾ ചോദിക്കുകയാണ്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് വേദവ്യാസ മഹർഷി ഭാഗവതം എഴുതിയത് എന്ന്. ആ കഥ ഇനി വിസ്തരിക്കാൻ പോകണം.